ഏവർക്കും നമസ്കാരം. രണ്ട് ചോദ്യങ്ങൾക്കുള്ള ഉത്തരമാണ് ഇവിടെ ഞാൻ നിങ്ങളോട് പങ്കുവയ്ക്കുന്നത്. രണ്ടുപേരും രണ്ട് സ്ത്രീകളാണത് ചോദിച്ചിരിക്കുന്നത്. ഒന്ന്, പിതൃക്കളെ ആവാഹിച്ചതിന് ശേഷം ദാഹം വെക്കാവോ എന്നുള്ളതാണ്. അതൊരാളല്ല, പലരും ചോദിക്കുന്നൊരു സംഭവം. ശരിക്കും ഇവിടെ ദാഹം വെക്കുക എന്ന് പറയുന്നത് പിതൃക്കളെ സങ്കല്പിച്ചല്ല. പിന്നെ പിതൃവിനെ എവിടെയാണ് ആവാഹിക്കുന്നത്? അങ്ങനൊരു സംവിധാനവും ഇല്ല. ചിലർ പറയുന്നത് കേൾക്കാം, ഒരാളെ ആവാഹിച്ചു കൊണ്ടുപോയി ഞങ്ങൾ ചേലാമറ്റത്തിരുത്തി, അല്ലെങ്കിൽ ശിവഗിരിയിരുത്തി, അല്ലെങ്കിൽ ഏതെങ്കിലും പുണ്യ സങ്കേതത്തിലോ ക്ഷേത്രങ്ങളിലോ ഗയയിലോ കാശിയിലോ രാമേശ്വരത്തോ എവിടെ ആയിക്കോട്ടെ കൊണ്ടുപോയി ഇരുത്തി. പിന്നെ ഞങ്ങൾ അയാൾക്ക് വേണ്ടി ശ്രാദ്ധമോ ദാഹാനി ബലിദാന തർപ്പണാദികളോ ഒന്നും ചെയ്യേണ്ട കാര്യമില്ല എന്നൊരു ശാന്തിക്കാരൻ അല്ലെങ്കിൽ തന്ത്രി പറഞ്ഞു എന്ന് പലപ്പോഴും പലരും പറഞ്ഞ് കേൾക്കുന്ന കാര്യമാണ്. ശുദ്ധ മണ്ടത്തരമാണത്. ഏത് ഗ്രന്ഥത്തിലാണ്? ആ ഗ്രന്ഥത്തിൻ്റെ പേരെന്നെടുത്ത് പറഞ്ഞു തരിക ഈ പറഞ്ഞു കൊടുക്കുന്നവർ. ആ ഗ്രന്ഥം കേവലം ഒരു കവി എഴുതിയതോ അല്ലെങ്കിൽ ഒരു കഥാകൃത്ത് എഴുതിയതോ ഉള്ള ഗ്രന്ഥമല്ലായിരിക്കണം. ആധികാരികമായിരിക്കുന്ന ഗ്രന്ഥം. ആ ഗ്രന്ഥത്തിൻ്റെ പേരോ ആ ഗ്രന്ഥകർത്താവിൻ്റെ പേരോ ഒന്ന് പറഞ്ഞു തരിക. എവിടെയാണ് ഈ ഇപ്പം ചോദിച്ച ചോദ്യത്തിനുള്ള ഉത്തരം പറഞ്ഞിരിക്കുന്നതെന്ന് അറിയാവുന്നവർ ദയവ് ഇതൊന്ന് പറഞ്ഞു തരിക. ഇവിടെ അങ്ങനെ ഒരു സമ്പ്രദായമില്ല. നമുക്ക് നെഗറ്റീവായിട്ട് നിൽക്കുന്നത് പിതൃക്കളല്ല. നമുക്ക് നെഗറ്റീവായിട്ട് നിൽക്കുന്നത് പ്രേതം എന്ന പദമുള്ളവരാണ്. പിതൃ എന്ന പദമല്ല, പ്രേതം അല്ലെങ്കിൽ ആവി അല്ലെങ്കിൽ പേയ്, ഇങ്ങനത്തെ അവസ്ഥാന്തരങ്ങൾ നിൽക്കുന്നതിനെയാണ് നമ്മൾ ആവാഹിക്കുന്ന. പലതരത്തിൽ കൊണ്ടുപോയി നമ്മൾ പ്രതിഷ്ഠിക്കും എന്ന് പറയുന്നു. അത് കുറച്ചുകൂടെ പവർഫുള്ളായിരിക്കുന്ന ആവാഹനം എന്ന് പറഞ്ഞാൽ കവളത്തിൽ മാത്രമാണ്. കവള സംഹിതയിലാണ് പ്രേതാവാഹനങ്ങളും ആവാഹനങ്ങളും അതിൻ്റെ മന്ത്രങ്ങളും രചിക്കപ്പെട്ടിരിക്കുന്നു. മറ്റു വേദത്തിൽ സമ്പ്രദായത്തിൽ ഇല്ല എന്നല്ല, പക്ഷെ സംവിധാനം മാറും. അപ്പോൾ ഇവിടെ മരിച്ചയാൾക്ക് ദാഹം വെക്കുന്നത് നമ്മുടെ ഒരു സങ്കല്പമാണ്. മരിച്ചയാൾക്ക് വേണ്ടി ചോറും കറിയും വിളമ്പി വെക്കുന്നത് നമ്മുടെ മനോധർമ്മമാണ്. അവിടെ അവലംബനം തന്നെ ആകണമെന്നില്ല. ആ മരിച്ചയാൾ ഇഷ്ടപ്പെടുന്ന ഭക്ഷണ പദാർത്ഥം നമുക്ക് എപ്പോൾ വേണമെങ്കിലും വെക്കാം. അതിനകത്തൊരു ഗ്രന്ഥത്തിൻ്റെയോ അല്ലെങ്കിൽ ഒരു പുരോഹിതൻ്റെയോ ആവശ്യമില്ല. ഇവിടെ അത് നമുക്ക് വെക്കാം, നമുക്ക് സന്തോഷത്തോടു കൂടി അത് വെക്കാം. അത്രയേ ഉള്ളൂ. അതിനങ്ങനെ കണ്ടാൽ മതി. അപ്പോൾ ദാഹാദി കർമ്മങ്ങളോ അല്ലെങ്കിൽ അന്നദാനങ്ങളോ കൊടുക്കണം നമ്മുടെ ഇഷ്ടമാണ്. അത് നമുക്ക് ദുരിതമായിട്ട് ഒരിക്കലും വരത്തില്ല. നമുക്ക് നമ്മുടെ മനസ്സിനെ അതൊരു സന്തോഷം ഉളവാക്കുന്ന കാര്യമാകും, സംശയമില്ല. അപ്പോൾ ഇവിടെ ആവാഹനത്തിൻ്റെ കാര്യങ്ങളോ അല്ലെങ്കിൽ പ്രതിഷ്ഠിച്ചിട്ട് പിന്നെ ഒന്നുമില്ല, അങ്ങനെയൊന്നുമില്ല. ഇത് രണ്ടാമത്തെ വിഷയം എന്ന് പറയുമ്പോൾ തുളസിത്തറ ഇതിൽ വിളക്ക് കത്തിക്കുക, അസ്ഥിത്തറ ഇതിൽ വിളക്ക് കത്തിക്കുക. ഈ അസ്ഥിത്തറയിൽ വിളക്ക് കത്തിച്ചേച്ചും വന്ന് തുളസിത്തറയിൽ വിളക്ക് കത്തിക്കാവോ എന്നുള്ളതാണ് അടുത്ത ചോദ്യം. അവിടെയും ദീപം തെളിക്കുന്നതിൽ തെറ്റില്ല. അസ്ഥിത്തറയിൽ വിളക്ക് വെച്ചേച്ചും വന്ന് തുളസിത്തറയിൽ ദീപം തെളിച്ചതുകൊണ്ട് യാതൊരു പ്രശ്നവുമില്ല. ശ്മശാനത്തിൽ കത്തുന്ന അതേ അഗ്നി തന്നെയാണ് നിലവിളക്കിലും കത്തുന്നത്. അതേ അഗ്നിജ്വാലാമന്ത്രം കൊണ്ട് തന്നെയായിരിക്കും ഇപ്പുറത്തും കത്തിക്കുന്നത്. എവിടെയാണെങ്കിലും അഗ്നി ശുദ്ധീകരിക്കപ്പെടുന്ന ഒന്നാണ്.
രണ്ടാമത്തെ വിഷയം, അസ്ഥിത്തറ എന്ന സങ്കല്പം ഒരിക്കലും വെക്കാൻ കൊള്ളില്ല. ഈ കർമാതികർമ്മങ്ങളെല്ലാം ചെയ്യുന്നത് മോക്ഷത്തിന് വേണ്ടിയിട്ടാണ്, പുനർജന്മത്തിന് വേണ്ടിയിട്ടല്ല, മോക്ഷത്തിന് വേണ്ടിയിട്ട്. മോക്ഷം ലഭിക്കണമെന്നുണ്ടെങ്കിൽ അസ്ഥിത്തറ പൊളിച്ച് കളയണം. തുളസിത്തറ വിളക്ക് കത്തിക്ക് തെറ്റില്ല. ഇങ്ങനെയുള്ള കാര്യങ്ങളാണ് ആ ചോദ്യത്തിൻ്റെ ഉത്തരം. അടുത്ത വീഡിയോയുമായി അടുത്ത ദിവസം വരാം. ഏവർക്കും മംഗളം ഭവിക്കട്ടെ. കരുനീലിയമ്മയും സർവ്വ പടിമാന മക്കളുടെ അനുഗ്രഹാശിസുകൾ നിങ്ങൾക്ക് നിങ്ങളുടെ കുടുംബത്തിനും നിറഞ്ഞു നിൽക്കുമാറാകട്ടെ. ഓം പഞ്ചമഗുരുദ്രായ പ്രേതാധിപതി കാലകാലേശ്വര പാദപത്മം.